ബന്ധുക്കൾ, നാട്ടുകാർ, വീട്ടുകാർ, വീട്ടിലുള്ളവർ, സഹോദരങ്ങൾ, അങ്ങനെ ആരുമില്ലാതെ ഞാനും ചേട്ടനും മക്കളും മാത്രമുള്ള ഒരു കാലം ഉണ്ടായിരുന്നു. മുളക് പൊടി, വെള്ളവും ഉപ്പും കൂടെ ആക്കിയിട്ട് ചോറിലൊഴിച്ച് കഴിച്ച് കുറേ കാലം ഞങ്ങളങ്ങനെ. എൻ്റെ പേര് ജസീല. തിരുവനന്തപുരം ജില്ലയിലെ കുന്നത്തുകാൽ ആണ് എൻ്റെ വീട്. വീട്ടിൽ ഭർത്താവും 3 മക്കളും പപ്പയമ്മയുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് 23 വർഷമായി. ആദ്യകാലങ്ങളിലൊന്നും കുഴപ്പമൊന്നുമില്ല, സന്തോഷകരമായിരുന്നു. കല്യാണം കഴിഞ്ഞ സമയത്ത് ചേട്ടന് KSRTCയിൽ ജോലി ഉണ്ടായിരുന്നു, ഡ്രൈവറായിട്ട്. പിന്നെ ഒരു 5-6 വർഷം കഴിഞ്ഞിട്ട് ചേട്ടൻ്റെ കുഞ്ഞമ്മയുടെ ഒരു മോനുണ്ട്. അവനാണെങ്കിൽ ഒരു ആക്സിഡൻ്റായി, കാല് സുഖമില്ലാതെ അങ്ങനെ ഇരിക്കുകയാണ്. അവർ വീട്ടിൽ ഭയങ്കര ബുദ്ധിമുട്ടിൽ കഴിയുന്ന സമയമായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ സ്വർണ്ണമൊക്കെ പണയം വെച്ച് കുറച്ച് പൈസ ഉണ്ടായിരുന്നതും കൂടെ ചേർത്ത് ഒരു ചെറിയ ലോറി എടുത്തു കൊടുത്തായിരുന്നു. എൻ്റെ ചേട്ടൻ്റെ അനിയത്തിയുടെ ഭർത്താവിന് പിന്നെ ഒന്നുകൂടെ അവർക്കും കൂടെ വേണം. അങ്ങനെ ഞങ്ങൾ രണ്ടാമതും വണ്ടി എടുത്തായിരുന്നു. പക്ഷേ അത് വലിയ പരാജയത്തിൽ വന്നു. ഡ്രൈവർമാർ അവർ കറക്റ്റായിട്ട് വന്നില്ല, വഴിക്കൊക്കെ ഇട്ടിട്ട് പോകും. അങ്ങനെയൊക്കെ വന്നിട്ട് പിന്നെ ഭയങ്കരമായിട്ട് കടമായി, സാമ്പത്തികമായി ബുദ്ധിമുട്ടി. വല്ലാത്ത സാഹചര്യത്തിൽ പിള്ളേർക്ക് ഇങ്ങനെ ആഹാരം വാങ്ങിച്ചു കൊടുക്കാൻ പോലും പറ്റാത്ത സാഹചര്യമൊക്കെ ആയിരുന്നു. പാല് വാങ്ങിക്കത്തില്ല, പാല് വാങ്ങിക്കാനൊന്നും പൈസയില്ല. മീൻ വാങ്ങത്തില്ല. മുളക് പൊടി, വെള്ളവും ഉപ്പും കൂടെ ആക്കിയിട്ട് ചോറിലൊഴിച്ച് കഴിച്ച് കുറേ കാലം ഞങ്ങളങ്ങനെ കഴിക്കും. ഇത് ഞങ്ങൾ പണ്ട് താമസിച്ചുകൊണ്ടിരുന്ന വീടായിരുന്നു. പിന്നെ ഞങ്ങൾ വിൽക്കാൻ വേണ്ടി അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങളിപ്പോൾ കുടുംബ വീട്ടിൽ താമസിക്കുകയാണ്. ഞങ്ങൾക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ എന്തെങ്കിലും ഒരു തൊഴിൽ വേണം. ആ സമയത്ത് ഞങ്ങളിങ്ങനെ മെഴുകുതിരി, അപ്പോൾ ചേട്ടന് മെഴുകുതിരിയുടെ ഇത് അറിയാമായിരുന്നു. അപ്പം നമുക്കിത് ചെയ്യാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ ചെയ്യും. 2005 തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ ആ സമയത്ത് ഒരു ഡൈ വാങ്ങിച്ച് പിന്നെ ഒരു ചെറിയ ഡൈയും കൂടെ വാങ്ങിച്ചിട്ട് കുറച്ചായിട്ട് ചെയ്യും. പിന്നെ ചെയ്തിട്ട് അത് പാക്ക് ചെയ്ത് സമയമെടുക്കും. പാക്ക് ചെയ്ത് പിന്നെ കടകളിൽ കൊണ്ടു കൊടുത്ത് പിന്നെ അങ്ങനെ വരുമ്പോഴത്തേക്ക് തുച്ഛമായ പൈസയെ കിട്ടത്തുള്ളൂ. പിന്നെ ഒരു 4-5 വർഷം ആയപ്പോഴത്തേക്ക് ആൾക്കാർ വെച്ച്. ആദ്യമൊക്കെ നമ്മൾ പോയി വേറൊരു പാർട്ടി എടുത്തു നിന്നാണ് കുറച്ചെടുക്കുന്നത്. അപ്പോൾ പിന്നീട് നമുക്ക് ഹോൾസെയിലായിട്ട് നമ്മൾ എടുക്കാൻ തുടങ്ങി, കൂടുതലായിട്ട്. അപ്പോൾ കൂടുതൽ എടുക്കണമെങ്കിൽ നമുക്കതിന് ക്യാഷ് വേണം. അപ്പോൾ അതില്ലാതെ ഇരിക്കുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ബിസിനസ് വളരണമെങ്കിൽ ക്യാഷ് ഉണ്ടെങ്കിൽ ബിസിനസ് വളരത്തുള്ളൂ. ഞങ്ങളുടെ മെഴുകുതിരി ചെയ്യാനായി വരുന്ന ജോലിക്കാർ മുത്തൂറ്റിയിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവരിങ്ങനെ ഒരു പ്രാവശ്യം എടുത്ത് രണ്ടാമത് എടുക്കാൻ സമയത്ത് എൻ്റെ അടുത്ത് ചേരുന്നുണ്ടോയെന്ന് ചോദിച്ചു. ഒരു 10-12 വർഷം കൊണ്ട് മുത്തൂറ്റ് പിൻകോർപ്പിൽ നിന്നാണ് ഞാൻ ചെറിയ ലോൺ. നമ്മളത് കുറച്ചായിട്ട് തൊഴിലിനെ മെച്ചപ്പെടുത്തി കൊണ്ടുവരികയാണ്. മുത്തൂറ്റിലെ ലോണിനെ സംബന്ധിച്ച് പേപ്പർ വർക്കൊന്നുമില്ല. നമ്മൾ ആധാർ, ID കാർഡ്, പാസ്ബുക്ക്, അത് മാത്രമേ നോമിനിയുടെ ആധാർ, ഇത് മാത്രം കൊടുത്താൽ മതി. 4 ദിവസത്തിൻ്റെ അകത്ത് നമുക്ക് നമ്മുടെ ആവശ്യം സാധിക്കും. ഇപ്പോൾ ഞങ്ങൾ ഒരു മാസം 1.5 ടണ്ണ് 2 ടണ്ണ് സാധനം മാക്സിമം ചെയ്യുന്നുണ്ട്. സീസണുള്ള സമയത്ത് 4-5 ലക്ഷം രൂപയ്ക്ക് വരെ ചെയ്യും. നമ്മൾ കുറച്ച് മെഷീനൊക്കെ വാങ്ങിക്കണം. ഇപ്പോൾ ഡൈ അല്ലേ ഉള്ളത്,
അപ്പം മെഷീനൊക്കെ വാങ്ങിക്കണം. കുറച്ചുകൂടെ നല്ല രീതിയിൽ ഹോൾസെയിലായിട്ട് ഈ റീറ്റെയിലും ഒഴിവാക്കിയിട്ട് ഫുള്ള് ഹോൾസെയിലായിട്ട് കൊടുക്കണം. ആൾക്കാരെ പാവങ്ങളെ സഹായിക്കണം. ആരും നമ്മളെ മുമ്പ് വിശക്കുന്നു എന്ന് പറയരുത്. അങ്ങനത്തെയൊക്കെ ഒരു ആഗ്രഹം. എനിക്കിനിയും കുറച്ചുകൂടെ നല്ല രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകണം. ഒരു 10-15 പേർക്ക് ജോലി കൊടുക്കണം. അതിന് മുത്തൂറ്റ് ബിൻകോർപ്പ് സഹായിക്കും എന്ന് തന്നെയാണ് വിശ്വാസം. जब जिंदगी बदलनी हो, जब